അള്ള, ആർമി, അമേരിക്ക ഈ AAA സിദ്ധാന്തത്തിൽ ഏറെ നാൾ ചുറ്റിക്കറങ്ങുന്നതായിരുന്നു പാകിസ്ഥാന്റെ ആഭ്യന്തരവും വിദേശവുമായ നയങ്ങൾ. ഇടയ്ക്കൊരിടവേളയിൽ AAAയിൽ നിന്ന് അമേരിക്ക അകന്നുപോകുന്നതായും അവിടേക്ക് ചൈന കടന്നുവരുന്നതും ലോകം കണ്ടു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ അമേരിക്ക വീണ്ടും പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുന്നു. ഇറാനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രവേശനം മാത്രമല്ല, കുടുംബത്തിന്റെ കച്ചവട താൽപര്യങ്ങളുമുണ്ടെന്ന ആരോപണം. അതോടൊപ്പം ബലൂചിസ്ഥാനിലെ അമൂല്യമായ ധാതുസമ്പത്തുക്കളും ട്രംപിന്റെ ലക്ഷ്യമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാനിൽ ഒട്ടനവധി ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് മക്കളുടെ ബിസിനസ് താൽപര്യം തന്നെ. കശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് 1 മാസം മുൻപ് ട്രംപിന്റെ മക്കൾക്കും മരുമക്കൾക്കും ബന്ധമുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ബിസിനസ് കരാറിൽ ഒപ്പിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പ്രധാനമായും ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തുന്ന വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ പാകിസ്ഥാനിൽ പുതുതായി രൂപം കൊണ്ട ക്രിപ്റ്റോ കൌൺസിലുമായാണ് കരാറിൽ ഒപ്പിട്ടതെന്നാണ് റിപ്പോർട്ട്. ഇതിന് പാകിസ്ഥാനോട് ട്രംപ് കാണിച്ച നന്ദിയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പരോക്ഷമായി പിന്തുണച്ചുള്ള നിലപാടുകളും മലക്കം മറിച്ചിലുകളുമെന്ന് വിമർശനമുയർന്നിരുന്നു. ഇതിനിടയ്ക്കാണ് പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീറിനെ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് അതിഥിയായി ക്ഷണിച്ചു വരുത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ അസിം മുനീറിനൊപ്പമാണ് ട്രംപ് ഉച്ചഭക്ഷണം കഴിച്ചത്. മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥരില്ലാതെ ഒരു US പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. പാക് സേനാ മേധാവിക്ക് ട്രംപ് വിരുന്നൊരുക്കിയതിന് പിന്നിൽ പല അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട്. ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തെ അട്ടിമറിച്ച് സൈനിക മേധാവിയെ പാകിസ്ഥാന്റെ അധികാരത്തിലെത്തിക്കാൻ പദ്ധതിയിടുന്നതായി പോലും കിംവദന്തികൾ പരക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ ക്ഷണിച്ചു വരുത്താതെ സേനാ മേധാവിക്ക് ട്രംപ് അമിത പ്രാധാന്യം കൊടുത്തതാണ് അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നത്. മാത്രവുമല്ല, പാക് ഭരണത്തിൽ സൈന്യത്തിന്റെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ട്രംപിന്റെ നീക്കമെന്നും വിമർശനമുയർന്നിട്ടുണ്ട്. സൈനിക മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ വരുതിയിലാക്കിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇറാനുമേലുള്ള നിയന്ത്രണത്തിനായി പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ വേണ്ടിവരുമെന്ന് മുനീറുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ആവശ്യപ്പെട്ടതായി CNN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രവേശിക്കാനുള്ള അനുമതി അമേരിക്ക നേടിയെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പകരമായി അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നൽകുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ചൈനയുമായും റഷ്യയുമായുള്ള ഇടപാടുകൾ പാകിസ്ഥാൻ നിയന്ത്രിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വാഗ്ദാനം പൂർണ്ണമായും നടപ്പിലാക്കൂ എന്ന നിബന്ധന ട്രംപ് മുന്നോട്ടുവച്ചതായും റിപ്പോർട്ടിലുണ്ട്. ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും തന്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ പാക് നയതന്ത്ര നീക്കം. മാത്രവുമല്ല, ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക പങ്കുചേർന്നാൽ പാകിസ്ഥാനെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതായും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഇറാനിൽ അധികാര തകർച്ചയുണ്ടായാൽ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ അതിർത്തിയിലെ വിഘടനവാദികളും ജിഹാദി ഗ്രൂപ്പുകളും ശ്രമിക്കുമെന്ന് പാക് സൈനിക മേധാവി ട്രംപിനോട് ആശങ്ക പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സമയത്ത് നടന്ന ട്രംപും മുനീറും തമ്മിലുള്ള കൂടിക്കാഴ്ച നിർണായകമായിരുന്നുവെന്ന് വിലയിരുത്തുന്നുണ്ട്. അതിനിടെ ഏതെങ്കിലും മൂന്നാം കക്ഷി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ജവാദ് ഹുസൈനി അഭിപ്രായപ്പെട്ടു. മുൻപ് പാകിസ്ഥാനെക്കുറിച്ച് US പറഞ്ഞതെല്ലാം വിഴുങ്ങിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവരുമായി കൂടുതൽ അടുക്കുന്നത്. 2001 3000-ഓളം പേരുടെ ജീവൻ കവർന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നിലെ അൽ ഖ്വയ്ദ തലവൻ ബിൻ ലാദനെ മറന്നു എന്നാണ് സൈനിക മേധാവിക്ക് വിരുന്നൊരുക്കിയതിന് പിന്നാലെ ഉയർന്ന വിമർശനം. മാത്രവുമല്ല, US ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 12 തീവ്രവാദ സംഘടനകളും പാകിസ്ഥാനിൽ ഇപ്പോഴും സജീവമാണ്. കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് ട്രംപിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥനും US എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഉദ്യോഗസ്ഥനുമായ മൈക്കൽ റൂബിൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ട്രംപിന്റെ നയതന്ത്ര സമീപനം അടിസ്ഥാനപരമായി പിഴവുള്ളതാണെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നുവെന്നും റൂബിൻ കുറ്റപ്പെടുത്തി. അതിനിടെ അസിം മുനീറിനെ കണ്ടതിൽ അഭിമാനമുണ്ടെന്നും അത് ബഹുമതിയായി കാണുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടാതിരുന്നതിൽ നന്ദി പറയാൻ വേണ്ടിയാണ് അസിം മുനീറിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു വരുത്തിയതെന്നും ട്രംപ് പറഞ്ഞു.
ഇതിന് പിന്നാലെ ട്രംപിന്റെ നയതന്ത്രവും നേതൃപാടവവും പരിഗണിച്ച് 2026 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പാകിസ്ഥാൻ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ കുറിച്ചു. ഇതുകൊണ്ട് മാത്രം പുരസ്കാരം കിട്ടില്ലെന്നും തരാനാണെങ്കിൽ ഇതിനകം 4-5 തവണ തരേണ്ടതായിരുന്നുവെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ദ ട്രൂത്തിൽ നിരാശയും പരിഭവവും കുറിച്ചിട്ടു. എന്തായാലും പാകിസ്ഥാൻ സേനാ മേധാവിയെ മുൻനിർത്തി പാകിസ്ഥാനെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതിനെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല ചൈനയും റഷ്യയും.